ഗുഡ് ഈവനിംഗ്. മദ്യനയ അഴിമതി കേസിൽ ഇന്ന് കെജ്രിവാൾ പുറത്തിറങ്ങേണ്ടതായിരുന്നു. റൌസ് അവന്യൂ കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചതുമാണ്. എന്നാൽ ഡൽഹി ഹൈക്കോടതി ജാമ്യ ഉത്തരവ് ഇന്ന് റദ്ദാക്കുകയായിരുന്നു. കെജ്രിവാളിന്റെയും ഇ ഡിയുടെയും അഭിഭാഷകർ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഇന്ന് കോടതിയിൽ ഉയർത്തിയിരുന്നു. ഒടുവിൽ ജാമ്യം നൽകരുത് എന്ന ഇ ഡി ഹർജിയിൽ 3 ദിവസത്തിനകം വിധി പറയാം എന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി വിചാരണ കോടതി നൽകിയ ജാമ്യം ഇന്ന് റദ്ദാക്കിയത്. വലിയ വിമർശനം ആം ആദ്മി പാർട്ടി ഇതിനെതിരെ ഉയർത്തിയിട്ടുമുണ്ട്. മറ്റൊന്ന്, വിവാദമായതിന് പിന്നാലെ റദ്ദാക്കപ്പെട്ട നെറ്റ് പരീക്ഷയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്ന ദിനമാണെന്ന്. ഡാർക്ക് വെബിലും ടെലഗ്രാമിലും ലക്ഷങ്ങൾ നൽകി ചോദ്യപേപ്പർ വിൽപ്പനയ്ക്ക് വെച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ റാക്കറ്റുമുണ്ടെന്നാണ് പുതിയ സൂചന. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ചോദ്യമുനയിൽ നിർത്തുന്ന പുതിയ വിവരങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ. ഇതുൾപ്പെടെ ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ആദ്യ വാർത്തയിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് ഇന്ന് പുറത്തിറങ്ങാനായില്ല. വിചാരണ കോടതി നൽകിയ ജാമ്യം ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജാമ്യം റദ്ദാക്കണമെന്ന ഇ ഡിയുടെ ആവശ്യത്തിൽ 3 ദിവസത്തിനകം വിധി പറയും. ശക്തമായ വാദപ്രതിവാദങ്ങൾ ഇന്ന് കോടതിയിൽ നടക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ബൽറാം, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നിഷേധിക്കുകയായിരുന്നു കോടതി. ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉയർത്തി. ഇ ഡിയുടെ എന്ത് വാദങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ പരിഗണിച്ചാണ് കോടതി ഇങ്ങനെയൊരു വിധിയിലേക്ക് എത്തിയത്? ഒപ്പം അതിനെതിരെ എങ്ങനെയാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നിരിക്കുന്നത്? ഇനി അടുത്ത കോടതിയുടെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, ഇന്ന് 7 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഉണ്ടായത്. ഡൽഹി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതിയായ റൌസ് അവന്യൂ കോടതിയുടെ അവധിക്കാല ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയാണ് ഈ ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയത്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ വിചാരണ കോടതി ജാമ്യം അനുവദിക്കുന്ന ഘട്ടത്തിൽ ഈ ഹൈക്കോടതി അല്ലെങ്കിൽ മേൽക്കോടതിയുടെ ഭാഗത്തു നിന്നും അത് റദ്ദാക്കുന്ന സാഹചര്യം അപൂർവമായി മാത്രമാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ നിയമചരിത്രത്തിൽ തന്നെ ഒരു ഏറെ ഉറ്റുനോക്കുന്ന ഒരു നിയമ പോരാട്ടം തന്നെ ആയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യവും തുടർന്നുണ്ടായ വാദപ്രതിവാദങ്ങളും. കെജ്രിവാളിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കെജ്രിവാളിന് ഈ കേസിൽ മുഖ്യ കണ്ണിയാണ് അരവിന്ദ് കെജ്രിവാൾ, മുഖ്യ ആസൂത്രകനാണ് കെജ്രിവാൾ എന്നും പണം കൈപ്പറ്റിയതിനായോ അല്ലെങ്കിൽ പണം ഒരു ഘട്ടത്തിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്നത് അടക്കം ഈ വിചാരണ കോടതിയുടെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള നിരീക്ഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ എല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിഷേധിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ ഈ കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള വാദങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നിരത്തിയത്. അതേസമയം കെജ്രിവാളിന് വേണ്ടി അദ്ദേഹത്തിന്റെ അഭിഭാഷകനും കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകൾ പോലും ഇല്ല എന്നും കൂടാതെ ഈ കേസിലെ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കെജ്രിവാളിനെതിരായ അറസ്റ്റ് എന്നും കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഉന്നയിച്ച വാദമുഖങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് ഇരുവിഭാഗവും ചെയ്തത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് 7 മണിക്കൂറോളം 2 പക്ഷത്തിന്റെയും വാദപ്രതിവാദങ്ങൾ കേട്ട ശേഷമാണ് കെജ്രിവാളിന് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്ന ഒരു തീരുമാനം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 3 ദിവസത്തിനകം തന്നെ ഈ ഹർജിയിൽ കോടതി വിധി പറയും. അതുവരെ കെജ്രിവാളിന് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം താൽക്കാലികമായി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കെജ്രിവാളിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് വരവേൽപ്പ് നൽകാനായി വലിയ ഒരുക്കങ്ങൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇന്ന് സ്വീകരിക്കാനായി എല്ലാ ഒരുക്കങ്ങളും നടത്തി ആവേശത്തോടെ കാത്തു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ അടുത്ത നീക്കം, ഡൽഹി ഹൈക്കോടതിയുടെ അടുത്ത നടപടി എന്താകും എന്ന് എല്ലാവരും തന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് വിചാരണ കോടതി അദ്ദേഹത്തിനെതിരായ വ്യക്തമായ തെളിവുകൾ പോലും ഇല്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. അത് ഹൈക്കോടതിയിൽ 7 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കിടയാക്കുന്നു. പിന്നീട് താൽക്കാലിക സ്റ്റേ അനുവദിക്കുന്നു. ഈ 3 ദിവസത്തിനകം ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം വരും. 3 ദിവസത്തിനകം തന്നെ ഈ തീരുമാനം വരുന്നത് വരെ അദ്ദേഹത്തിന് താൽക്കാലികമായി ജാമ്യം റദ്ദാക്കിക്കൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന
തീരുമാനം. പ്രജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകിയത്. നിയമവ്യവഹാര വഴിയിൽ അസാധാരണമായ സംഭവമാണ് ഇന്ന് ഡൽഹിയിൽ ഉണ്ടായത്. 7 മണിക്കൂറോളം നീണ്ട ഒരു വാദപ്രതിവാദം, അതിൽ വിചാരണ കോടതി നൽകിയ ഉത്തരവ്, ജാമ്യ ഉത്തരവ്, അത് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നു. മാത്രമല്ല 3 ദിവസത്തിനകം ഇ ഡി നൽകിയ ഹർജിയിൽ ഒരു വിധി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ജാമ്യ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി നിലപാടെടുക്കുകയും ചെയ്തത്. എന്തായാലും 3 ദിവസത്തിനകം വരാൻ പോകുന്ന പുതിയ വിധി എന്താണ് എന്നതിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ കൗതുകം കൂടുന്നുമുണ്ട്. അടുത്ത വാർത്തയിലേക്ക്. UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ 6 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചു എന്ന വിവരം. പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപാണ് ചോദ്യപേപ്പർ ചോർന്നു പോയത്. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നുണ്ട്. ഡൽഹിയിൽ PCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. വിവരങ്ങളുമായി അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേർന്നു. അച്യുതൻ, വലിയ പ്രതിഷേധം ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് മറ്റൊരു പുതിയ വിവരം വരുന്നത്. ഈ നെറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ അത് റദ്ദാക്കുന്നു. അത് പിന്നാലെ വന്ന ഞെട്ടിപ്പിക്കുന്ന പുതിയ വിവരങ്ങൾ, അത് എത്രമാത്രം ഗൗരവ സ്വഭാവമുള്ളതാണ് ഈ പുതിയ വിവരങ്ങൾ? ഒരു ടെലിഗ്രാമിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വെബ്സൈറ്റിലും ഈ ഡാർക്ക് വെബിലുമൊക്കെ ചോദ്യപേപ്പർ സുലഭമായി ലഭിക്കും, ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടും എന്നൊക്കെയുള്ള വിവരങ്ങൾ, അത് ഞെട്ടിക്കുന്നതാണ്. ആരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്? ആരൊക്കെ ഈ ചോദ്യപേപ്പർ ഇങ്ങനെ പണം കൊടുത്ത് ലഭിച്ചിട്ടുണ്ട്? അത്തരം വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? പ്രജിൻ, UGC നെറ്റ് പരീക്ഷ അത് റദ്ദാക്കിയതിന് പിന്നാലെ കേസ് CBIക്ക് നൽകുകയാണ് ഉണ്ടായത്. CBIയുടെ ഒരു പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഏതാണ്ട് 6 ലക്ഷം രൂപയോളം ഈ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിനായി നൽകി എന്നുള്ളതാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. അതിനായി ഈ ചോദ്യപേപ്പർ ആവശ്യക്കാർക്ക് നൽകിയത് ഡാർക്ക് വെബിലൂടെയും അതുപോലെ തന്നെ എൻക്രിപ്റ്റ് ചെയ്ത സമൂഹ മാധ്യമങ്ങൾ വഴിയുമായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്. എന്നാൽ ഇതിലെ പ്രധാന ഈ ഉറവിടം അത് എവിടെ നിന്ന് എന്നുള്ളത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ആ ഉറവിടത്തിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ CBI നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു റാക്കറ്റ് ഇതിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം പരീക്ഷ നടക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകുകയാണ് ഉണ്ടായത്. അതിന് ഒരു വലിയ തുകയും ഇതിനായി കൈപ്പറ്റിയിട്ടുണ്ട്. നിലവിലെ ആ അക്കൗണ്ട് വിശദാംശങ്ങൾ, ഏത് രീതിയിലാണ് ഈ ഒരു 6 ലക്ഷത്തോളം രൂപ നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ CBI പരിശോധിക്കുന്നുണ്ട്. അതിലൂടെ ഈ ഉറവിടത്തിലേക്ക് എത്തുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ബീഹാറിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച കേസിലും ഒരു മാഫിയ പ്രവർത്തിച്ചിരുന്നതായി അവിടുത്തെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ആ നീറ്റ് പരീക്ഷാ കേസിൽ ഈ മുഖ്യ പ്രതിക്കായിട്ടുള്ള തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. സഞ്ജീവ് മുഖിയ എന്ന് പറയുന്ന ഒരു പ്രതിക്കായിട്ടാണ് ഇദ്ദേഹം 2010 മുതൽ പല പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി കൂടിയാണ് ഈ പറയുന്ന സഞ്ജീവ് മുഖിയ. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ബീഹാർ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ കേസിൽ അറസ്റ്റിലായ സിക്കന്ദർ പ്രസാദ് എന്ന് പറയുന്ന ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബീഹാർ പോലീസ് അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇന്നലെ ബീഹാറിലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം, ഈ ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. മുഖ്യപ്രതി സഞ്ജീവ് മുഖിയയ്ക്ക് വേണ്ടി പോലീസ് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. കേസിൽ അറസ്റ്റിലായ സിക്കന്ദർ പ്രസാദാണ് ഒരു മൊഴി ഈ മുഖിയയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. 2010 മുതൽ പല പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യ പ്രതിയാണ് ഈ സഞ്ജീവ് മുഖിയ എന്ന് പറയുന്ന ബീഹാർ സ്വദേശി. അപ്പോൾ അയാൾക്കുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അടുത്തിടെ നടന്ന ബീഹാർ PSC പരീക്ഷാ പേപ്പർ ചോർച്ചയിലും ഈ സഞ്ജീവും സംഘവും പ്രവർത്തിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ 2010 മുതൽ ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയുണ്ട്. അതിലെല്ലാം തന്നെ പ്രവർത്തിച്ചത് ഒരേ മാഫിയാണ്, ഒരേ റാക്കറ്റാണെന്നുള്ള സൂചനകൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രധാന പ്രതിക്കുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചാരണത്തിനായി എത്തുമെന്ന് റിപ്പോർട്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് P ചിദംബരം മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. നിതിൻ, ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു നീക്കം? ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു ധാരണ എപ്പോഴാണ് വന്നത്? കാരണം കേരളത്തിൽ മറ്റൊരു സാഹചര്യമാണ്. ഇവിടെ LDF UDF തമ്മിലാണ് മത്സരം. പക്ഷേ ഇപ്പോൾ പ്രിയങ്കയ്ക്ക് വേണ്ടി മമത എത്തുന്നു എന്നൊക്കെയുള്ള പുതിയ അപ്ഡേറ്റുകൾ, അത് എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ?
പ്രജിൻ, കഴിഞ്ഞ ദിവസം പി ചിദംബരം കൊൽക്കത്തയിലെത്തി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിനായി മമതാ ബാനർജി വയനാട്ടിലെത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അതേസമയം തന്നെ തീയതി സംബന്ധിച്ചൊന്നും തന്നെ തീരുമാനമായിട്ടുള്ള ആദ്യഘട്ട ചർച്ച മാത്രമാണ് നടന്നിരിക്കുന്നത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. പ്രത്യേകിച്ചും വയനാട്ടിൽ BJP 3ാം സ്ഥാനത്തെത്തിയൊരു മണ്ഡലമാണ്. 2ാം സ്ഥാനത്ത് LDF ആണ്. സ്വാഭാവികമായിട്ടും മമതാ ബാനർജി വയനാട്ടിലെത്തുമ്പോൾ, പ്രിയങ്ക എത്തുമ്പോൾ അത് LDFന് കൂടി എതിരായ ഒരു രാഷ്ട്രീയ പ്രചരണമായി തന്നെ അത് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലടക്കം ഇതൊരു ചർച്ചകൾക്ക് ഇടവരുന്ന ഒരു നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം മമതാ ബാനർജി വയനാട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ LDF ഇടതു പാർട്ടികളെല്ലാം തന്നെ അതിനെ എതിർക്കുന്ന ഒരു നില സ്വീകരിക്കേണ്ടി വരും എന്നത് സ്വാഭാവികമാണ്. എന്തായാലും ഈ ചർച്ചകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നൊരാവശ്യം മമതാ ബാനർജി മുന്നോട്ട് വെച്ചിരുന്നു. ഡൽഹിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നൊരു കാര്യം നേരത്തെ മമതാ ബാനർജി പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലയിൽ തന്നെ ഇതിനെ പരിഗണിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിൽ ഏത് നിലയിലാകും ഇതിനെ ഇന്ത്യ സഖ്യത്തിന്റെ മറ്റൊരു പാർട്ടിയെ CP അടക്കം ഇങ്ങനെ സ്വീകരിക്കുമെന്നതൊരു ചോദ്യമാണ്. എന്തായാലും ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി ചിദംബരവുമായിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇന്നലെ ഇത്തരം ഒരു കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടുകൾ നമുക്ക് പുറത്തു വരുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ സ്വാഭാവികമായിട്ടും മമതാ ബാനർജിയോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ ഇതിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിലേക്ക് മമതാ ബാനർജി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിനായി എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ ഡൽഹിയിൽ നിന്നുള്ള വാർത്ത. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തുന്നു എന്ന റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. വറുത്ത മീൻ തിന്നാനുള്ള ശ്രമത്തിനിടെ പൂച്ചക്കുഞ്ഞിന്റെ തല ഗ്യാസ് സ്റ്റൗവിന്റെ ദ്വാരത്തിൽ കുടുങ്ങി. പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ഒടുവിൽ ഫയർഫോഴ്സ് വേണ്ടി വന്നു. പന്തളത്താണ് ഈ സംഭവം നടന്നത്. ആ വാർത്തയിലേക്ക് നമ്മൾ പെട്ടെന്ന് കടക്കുന്നു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീത്ത്, എന്താണ് സംഭവം? പന്തളത്ത് നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. ഷിയാസ് മൻസിൽ എന്നൊരു വീടാണ്. ആ പ്രദേശത്ത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു സംഭവം നടക്കുന്നത്. നല്ല വറുത്ത മീനുണ്ടായിരുന്നു. ആ മണം കേട്ട പൂച്ച ആ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം മീനിന്റെ ഇറങ്ങിയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടുകാർ ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ചെറിയൊരു ദ്വാരമായിരുന്നു, രക്ഷിക്കാൻ ഇട്ടെടുത്തു കഴിഞ്ഞാൽ കഴുത്ത് മുറിയുകയും പൂച്ചയ്ക്ക് അപകടം സംഭവിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പായതോടുകൂടി പെട്ടെന്ന് തന്നെ അടൂരിലെ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. അടൂരിലെ ഫയർഫോഴ്സ് എത്തി ഏതാണ്ട് ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആ സംഘം ആ പൂച്ചക്കുട്ടിയെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. എന്നാലും പൂച്ചയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം ഒരു കഷ്ണം മീനും കൊടുത്താണ് പൂച്ചയെ അവർ ആ വീട്ടിൽ നിന്ന് മടക്കി അയച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. എന്തായാലും വറുത്ത മീൻ തിന്നാനുള്ള ശ്രമത്തിനിടെയാണ്, വലിയ ആഗ്രഹത്തിലാണ് പൂച്ചക്കുഞ്ഞ് ഈ തല ഗ്യാസ് സ്റ്റൗവിൽ ഇട്ടത്. അത് അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ഫയർഫോഴ്സ് എത്തി. അങ്ങനെ പന്തളത്താണ് ഈ സംഭവം നടന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൂച്ചക്കുഞ്ഞി ഇപ്പോൾ ഉഷാറാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല, ഒരു വലിയ മീൻ കഷ്ണം തന്നെ അതിന് കിട്ടി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ഇന്ന് സംഭവിച്ചു തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. തമിഴ്നാട് കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൽ മരണം 52ആയി. 30-ലധികം പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കേസിൽ മുഖ്യപ്രതി ചിന്നദുരൈയടക്കം 2 പേർ കൂടി പിടിയിലായി. വ്യാജമദ്യദുരന്തം ഉയർത്തി തമിഴ്നാട് നിയമസഭയിൽ അണ്ണാ DMK പ്രതിഷേധിച്ചു. MK സ്റ്റാലിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മദ്രാസ് ഹൈക്കോടതിയും സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് കള്ളക്കുറിച്ചിയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നു. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, എന്താണ് കള്ളക്കുറിച്ചിയിലെ നിലവിലെ സാഹചര്യം? 52 പേരുടെ മരണമാണ് ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ? ആശുപത്രിയിൽ കഴിയുന്നവരുടെ സ്ഥിതി എന്താണ്? ശ്രീകാന്തിലേക്ക് എത്താം. മനേഷ് മൂർത്തി കൂടി ചെയ്യുന്നു. മനേഷ്, ഈ വലിയ ദുരന്തമാണ് കള്ളക്കുറിച്ചിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത്തരം വിശദാംശങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ മനേഷ്? പ്രജിൻ, 52 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് സേലം ആശുപത്രിയിലുള്ളവരാണ്. ഇന്ന് അവരുടെ മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്നിപ്പോൾ മരിച്ചിരിക്കുന്നത്. 52 ആയിരിക്കുന്നു മരണസംഖ്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 30 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഏകദേശം 118ഓളം ആളുകൾ ഇപ്പോഴും 4 ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. പുതുച്ചേരിയിലും സേലത്തും വിഴുപ്പുരത്തും കള്ളാക്കുറിച്ചിയിലും ഏറ്റവും അധികം ആളുകളുള്ളത് കള്ളാക്കുറിച്ചിയിലാണ്. ഇപ്പോഴും കള്ളാക്കുറിച്ചിയിൽ 60-ലധികം ആളുകൾ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ ഏകദേശം 120ഓളം ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും, അതായത് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ചികിത്സാ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. നിയമസഭയിൽ നിന്ന് കാര്യമായ അർത്ഥത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും
ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ചോദ്യോത്തരവേള നിർത്തിവെച്ചുകൊണ്ട് കള്ളക്കുറിച്ചി വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു അണ്ണാ-DMKയുടെ ആവശ്യം. എന്നാൽ അത് സ്പീക്കർ അനുവദിച്ചില്ല. അതിനെ തുടർന്ന് ബഹളം വയ്ക്കുകയും അണ്ണാ-DMK അംഗങ്ങളെ പുറത്താക്കുകയും ചെയ്തിരുന്നു സ്പീക്കർ. പക്ഷേ ഈ പ്രശ്നം, അതായത് ഈ വ്യാജമദ്യ ദുരന്തത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷം വേണമെന്ന് MK സ്റ്റാലിൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തിരിച്ചു വിളിച്ചു. പക്ഷേ ആ ചർച്ച നടക്കുന്ന സമയത്ത് അണ്ണാ-DMKയും BJPയും അതുപോലെ തന്നെ പാട്ടാളി മക്കൾ കക്ഷിയും സഭ വിടുന്ന ഒരു സമീപനമാണ് എന്തായാലും ഉണ്ടായത്. നാളെയും നിയമസഭ തുടരും. ഇന്നിപ്പോൾ സഭ ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ നാളെ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല ഇന്നിപ്പോൾ സഭയിൽ നഷ്ടപരിഹാരം കൂടുതലായി പ്രഖ്യാപിച്ചിട്ടുണ്ട് MK സ്റ്റാലിൻ. അത് കുട്ടികൾ, അതായത് അമ്മയും അച്ഛനും മരിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രതിമാസം 5000 രൂപ വീതം 18 വയസ്സ് വരെ നൽകും. 5 ലക്ഷം രൂപ ധനസഹായം, അത് രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ ധനസഹായം, അങ്ങനെയുള്ള ധനസഹായവും ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നാണ് മറ്റൊരു വാർത്തയുള്ളത്. ഹൈക്കോടതി ഇന്ന് അതിരൂക്ഷമായി സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നു. അണ്ണാ-DMK നൽകിയ CBIക്ക് കേസ് വിടണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകുന്നത്. എന്താണ് കഴിഞ്ഞ ദുരന്തങ്ങളിൽ നിന്ന് സർക്കാർ എന്താണ് പഠിച്ചത്? ഈ ദുരന്തം കൂടി കഴിയുമ്പോൾ എന്താണ് സർക്കാർ ചെയ്യുന്നത്? സാധാരണക്കാരൻ്റെ ജീവന് വേണ്ടി സർക്കാർ എങ്ങനെയാണ് ഇത്ര വില കുറച്ച് കാണുന്നത്? തുടങ്ങിയ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 26-ന് കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ട്, അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ, പൂർണ്ണമായ വിശദാംശങ്ങൾ, അതുപോലെ തന്നെ ഈ ദുരന്തങ്ങൾക്ക് ശേഷം വ്യാജമദ്യം തടയുന്നതിന് വേണ്ടി സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും അതാണ് ആ രീതിയിൽ രാഷ്ട്രീയമായും വലിയ വിഷയമായി ഉയർത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ വ്യാജമദ്യ ദുരന്തം. ശ്രീകാന്ത് കൂടി ചേരുന്നു കള്ളക്കുറിച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, കള്ളക്കുറിച്ചിയിലെ നിലവിലെ സാഹചര്യം എന്താണ്? നിരവധി പേർ ഇപ്പോഴും ഈ വ്യാജമദ്യം കുടിച്ച ആൾക്കാർ ചികിത്സയിലുണ്ടെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഈ 52 മരണം, അതിന്റെ നടുക്കത്തിൽ തന്നെയല്ല ഇപ്പോഴും ആ ഗ്രാമം? ഞാനിപ്പോൾ നിൽക്കുന്നത് കള്ളക്കുറിശ്ശിയിലെ കരുണാപുരം എന്ന തെരുവിലാണ്. ഇവിടെയാണ് ഏറ്റവും അധികം ആളുകൾ മരണത്തിന് കീഴടങ്ങിയത് ഈ വ്യാജ മദ്യം കഴിച്ച്. നിലവിൽ 30-ലധികം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ തുടരുന്നുണ്ട്. ആ 30-ലധികം പേരുടെയും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന വിവരം. ഡോക്ടർമാർ അവിടെ ആവത് ശ്രമിക്കുന്നുണ്ട് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും. നിലവിൽ ഇനിയും 6 മൃതദേഹങ്ങൾ കൂടി ഈ തെരുവിലേക്ക് എത്താനുണ്ട്. 9 പേർ മരിച്ചതിൽ ബാക്കിയുള്ളവരുടെ മൃതശരീരം ഇവിടെ എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ, കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ഇവിടുത്തെ പൊതു ശ്മശാനത്തിൽ തിരക്കൊഴിഞ്ഞിട്ടില്ല. അവിടേക്ക് വരിവരിയായി മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച കാണാൻ സാധിക്കും. ഇനി ഒരു 6 മൃതദേഹങ്ങൾ കൂടി എത്താനുണ്ട്. അത് മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് ഇവിടെ നിന്നും ഈ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 2 പേർ കൂടി കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിലെ മുഖ്യപ്രതികളും കൊടും ക്രിമിനലുകളുമായ ചിന്നദുരൈ, അതോടൊപ്പം മാതേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ പ്രധാനപ്പെട്ട കണ്ണികളാണ് അവർ. പക്ഷേ അപ്പോഴും ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതാണ്: ഈ ക്രിമിനലുകളെ മാത്രം പിടികൂടിയതുകൊണ്ട് ഇത് അവസാനിക്കില്ല. നേരെ മറിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ വ്യാജ മദ്യ ലോബിയെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ്. ഇന്ന് രാവിലെ നമ്മൾ തന്നെ ചില വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. അതിൽ കാണാൻ സാധിച്ചത് വ്യാജ ചാരായം ബൈക്കിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ കോളനിക്കുള്ളിൽ തന്നെയാണ്, ഈ കരുണാപുരം മേഖലയിൽ തെരുവിൽ തന്നെ ഉള്ള ഒരു ഷെഡിലാണ് ഈ വാറ്റും പരസ്യമായ വിൽപ്പനയും നടക്കുന്നത്. പോലീസിന്റെ ഒത്താശ പോലും അവർക്കുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നു. ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും പോലീസും സർക്കാരും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. തൊലിപ്പുറത്തെ ചികിത്സ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതോ കൃത്യമായ നടപടിയെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. കള്ളക്കുറിശ്ശിയിൽ നിന്നാണ് ശ്രീകാന്ത് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇപ്പോഴും 30-ലധികം ആൾക്കാർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കേസിൽ മുഖ്യപ്രതി ചിന്നദുരൈ അടക്കം 2 പേർ കൂടി പിടിയിലായിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ വാർത്തയിലെ പുതിയ അപ്ഡേറ്റുകൾ. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.